പുരോഹിതന്മാർക്കല്ല മറ്റാർക്കാണ് ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവർ അവരോട് പറഞ്ഞു, സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ല. പുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ്. ദൈവം എല്ലാത്തിനും ഉത്തരം നൽകുന്ന ദൈവമാണ് മക്കളെ. ഈ അമ്മയും നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം തരും. അത്രയ്ക്ക് ശക്തമായ അമ്മയാണ് നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചില മക്കൾക്കെല്ലാം സുഖമാണോ? ഹാപ്പിയാണല്ലോ അല്ലേ? എൻ്റെ ലിയോ 14 മാർപ്പാപ്പ, സെൽവരാജ് പിതാവ്, വിൽസൺ സാമുവൽ പിതാവ്, എല്ലാവർക്കും എൻ്റെ സ്നേഹ ആശംസകൾ നേർന്നുകൊള്ളുന്നു. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. എന്തൊരു പറയണമെന്ന് അമ്മയ്ക്ക് ഒന്നും വാക്കുകൾ വരുന്നില്ല. അന്ന് അത്രയ്ക്ക് അമ്മയ്ക്ക് സന്തോഷമാണ്. എന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് എൻ്റെ ചെല്ല മക്കളെല്ലാം ഹൃദയത്തിലേറ്റി കാണുകയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് സന്തോഷമുണ്ട്. അത് നാട് മൊത്തം, കത്തോലിക്ക സഭ മൊത്തം എല്ലാ മക്കളും കാണുക. എന്ന് വെച്ചാൽ ദൈവമായ വചനത്തെ ഹൃദയത്തിൽ കൊണ്ടുവരിക. അപ്പം നിങ്ങൾക്ക് ആ സ്നേഹം അനുഭവിക്കാൻ പറ്റും. ഏറ്റവും ഒരു വ്യക്തിയെ ആരാണ് ചവിട്ടി താഴ്ത്തിയിടുന്നത് അവരെയാണ് ദൈവം ഉയർത്തുന്നത് മക്കളെ. അമ്മ ഇത്രയും വലിയൊരു പാവപ്പെട്ടവൻ്റെ അമ്മയായി. എല്ലാവരും അത് യൂട്യൂബിലൂടെ കണ്ടതാണ്. അതിൽ പാവപ്പെട്ടവൻ്റെ അമ്മ എന്നുള്ള ഇതിലാണ് അമ്മ യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത്. പാവപ്പെട്ടവൻ്റെ അമ്മ. എന്നിട്ട് പാവപ്പെട്ടവൻ്റെ പൈസയ്ക്ക്, സമ്പത്തിന് തന്നെ അമ്മ എന്ത് ചെയ്യുന്നത്? അമ്മ കാവൽ നിൽക്കുകയാണ്. അപ്പം ഇത് ഇവിടെ ഉള്ളവർക്കൊന്നും കൂടുതൽ ദഹിച്ചില്ല. ഇവിടെ ഉള്ളവർക്ക് കുറച്ച് പേർക്കൊക്കെ എത്തി അസൂയുണ്ട് ഈ ഒരു സ്ഥാനം. എന്ന് വെച്ചാൽ ഇവരൊക്കെ എന്നെ ചവിട്ടി താത്ത് ഇട്ടിരുന്നതാണ്. ചവിട്ടി താത്തിട്ടത് അമ്മ വല്ലതും പ്രതികരിച്ചില്ല. അമ്മ ഒന്നും പറഞ്ഞില്ല. അവരെന്തരോ പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് അമ്മ ക്ഷമിക്കുകയായിരുന്നു. ഇപ്പോഴും അമ്മയ്ക്ക് ഒരു വിരോധമില്ല, അവരോടെ ഒന്നും ഒരു ദേഷ്യവും ഇല്ല. അപ്പം എത്ര ദൂരം നമ്മളെ ചവിട്ടി താഴ്ത്തി ഇടണമോ ദൈവം അത്ര ദൂരം എന്തിനും ആ വ്യക്തിയാണ് ഉയർത്തുന്നത് മക്കളെ. അതുകൊണ്ട് ആരെയും നമ്മളെന്തിനും ഒന്നും ചെറുതല്ല. ആരും ഒരു വ്യക്തിയും നമ്മളെ മുമ്പിൽ ചെറുത്. നമ്മൾ അവരെ ചവിട്ടി താഴ്ക്കുമ്പം ദൈവം അവരെ ഉയർത്തും, നമ്മളെക്കാളും വലിയ സ്ഥാനത്ത് കൊണ്ടിരുത്തും. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാവരും നിങ്ങൾ സ്നേഹിക്കുക. ആരെയും ഒന്നിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. അമ്മ എല്ലാവരും, ഇപ്പം എൻ്റെ ശത്രുവായ ആരും ഓടി വന്ന് എൻ്റെ കൂടെ മിണ്ടിയാലും ഞാൻ സംസാരിക്കും. അമ്മ അങ്ങനെയാണ്. അമ്മയ്ക്ക് ആരും ശത്രുക്കളുണ്ടോ? ഇല്ല. എല്ലാവരും അമ്മയ്ക്ക് സ്നേഹമാണ്. എൻ്റെ ചെല്ല മക്കളെല്ലാം അതുപോലെ ഇരിക്കണം. നമ്മൾ ആരെയും പറഞ്ഞ് നമ്മൾ ചവിട്ടി താഴ്ത്തിയിടുന്ന ആ വ്യക്തിയാണ് ഉയർത്തുന്ന ദൈവം. അവരാണ് ഏറ്റവും ഉയർന്ന നല്ല നിലയിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും കുറഞ്ഞവരൊന്നുമല്ല, എല്ലാവരും നല്ല വ്യക്തികളാണ്. അപ്പോൾ ആരെയും നമുക്ക് ചവിട്ടി താഴ്ത്താണ്ട്. ദൈവത്തിന് ഇഷ്ടമാണ് ചവിട്ടി. എത്ര നമ്മളെ മനുഷ്യരെ ഒരാളുടെ മുമ്പിൽ ചവിട്ടി താഴ്ക്കും, ദൈവത്തിനാണ് ഭയങ്കര ഇഷ്ടം. മനുഷ്യർ ചവിട്ടി താഴ്ക്കും, പക്ഷെ ദൈവം താഴ്ക്കില്ല. അതുപോലെയാണ് ഈ ഗസമൻ തോട്ടത്തിലെ എൻ്റെ യേശുവിൻ്റെ കൂടി ഞാൻ കേക്കിന് കാവൽ നിന്നു. അതെല്ലാം കേട്ടതാണ്. അമ്മ കേക്കിന് കാവൽ നിന്നു. അന്ന് ഉറവ് പ്രാവശ്യം അമ്മ പറഞ്ഞതാണ്. കേക്കിന് കാവൽ നിന്നപ്പോൾ അമ്മയ്ക്ക് 2 കേക്കും കുറച്ച് പൊടിയാണ് കാണിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു, അത് ബാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫോട്ടോ എടുത്ത് കാണിച്ചു തരുന്നു. ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു, 2 കേക്കിന് ആ പൊടിയെ അവർ ഫോട്ടോ എടുക്കാൻ താമസിച്ചില്ല. എന്നിട്ട് ഒന്ന് അമ്മയ്ക്ക് തന്നു, ഒന്ന് അവരെടുത്ത് കഴിച്ചു. അങ്ങനെ ബാക്കി ഇവർ ഒത്തിരി വന്നു. അതെന്ത് ചെയ്തു, ഇവർ ഒളിപ്പിച്ച് വെച്ചിരുന്നു. പിറ്റേ ദിവസം ക്രിസ്മസിന് കൊണ്ടുവന്ന് ഇത് കൊണ്ടുവന്ന് വച്ചു. അവിടെ വേണമെന്നുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാം. അമ്മ അത് അച്ഛൻ്റെ ഓടി, അന്ന് ക്രിസ്മസ് ആയിരുന്നു. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാൻ കരുതി എൻ്റെ യേശുവിൻ്റെ അടുത്ത് ഞാൻ പോവുമായിരുന്നു. പോയപ്പോൾ എൻ്റെ യേശു ചോദിച്ച മറുപടി നിങ്ങൾക്ക് അറിയണം നിങ്ങൾ. എൻ്റെ ചില മക്കളെല്ലാം അറിയണം. യേശു ചോദിക്കണം. ഞാൻ വഴക്കാണ് പറഞ്ഞിട്ട് പോയത്. അന്ന് രാത്രി ഈ 2 ഉള്ളൂ. എൻ്റെ ഫോട്ടോ എടുക്കാൻ തമ്മച്ചില്ല. എൻ്റെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാൻ, എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ ഫോട്ടോ എടുക്കാൻ തമ്മച്ചില്ല. അമ്മ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇത് അച്ഛൻ്റെ കൂടെ പറഞ്ഞു കൊടുത്തു. അച്ഛൻ എൻ്റെ അടുത്ത് ഹാപ്പി ക്രിസ്മസ് ഒന്ന് പറയാൻ കരുതി പോയപ്പോൾ അച്ഛൻ എൻ്റെ യേശു പറഞ്ഞതാണ് എൻ്റെ ഓടി ചോദിക്കുകയാണ്, എൻ്റെ പിള്ളേരെ നീ എന്തിന് വഴക്ക് പറഞ്ഞു? അപ്പം അത്രയ്ക്ക് ഭയങ്കര സ്നേഹമാണ് ഇവിടെയുള്ള ജനങ്ങളോട്. ആർക്ക്? ഇവിടുത്തെ യേശുവിന് അത്രയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. അമ്മ ആരെ കുറ്റം ഇങ്ങനെ പരാതി പറയാൻ പോകില്ല. പക്ഷേ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഇത് സമ്മതിച്ചില്ല. ഇപ്പോൾ നോക്കിയപ്പോൾ കുറേ കേക്ക് ഇങ്ങനെ കൊണ്ടുവച്ചില്ല. അപ്പം ഇതൊന്ന് പറയണമെന്നുള്ള ഇതിലാണ് ഓടിപ്പോയത്. പയ്യപ്പോൾ അച്ഛൻ ഉടനെ പറയണേ, നീ എൻ്റെ പിള്ളേരെ രാത്രി വഴക്ക് പറഞ്ഞെന്ന്. എൻ്റെ പിള്ളേരെ നീ എന്തിന് വഴക്ക് പറഞ്ഞ്? അപ്പോൾ അത്രയ്ക്ക് ഇവിടെ ഉള്ള ആൾക്കാർ എന്തൊരു തെറ്റ് ചെയ്താലും യേശുവിന് സ്നേഹമാണ് മക്കളെ. അതാണ്, ആ ദൈവത്തിന് സ്നേഹമാണ്. അതേപോലെയാണ് ഇവിടെ ഇരിക്കണേ എൻ്റെ യേശു. ഒത്തിരി എല്ലാ മക്കളോടെ എന്തൊരു തെറ്റ് ചെയ്തിട്ട് ഓടിപ്പോയാൽ അവരോട് ഭയങ്കര സ്നേഹമാണ് മക്കളെ. അതുപോലെ സ്നേഹമായിട്ട് നമുക്കും എല്ലാവരോടെയും ഇരിക്കുക, ആ ദൈവത്തെ പോലെ, ആ യേശുവിനെ പോലെ. ഈ ഗസമൻ തോട്ടത്തിൽ അങ്ങനെ ഒരു യേശുവാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു യേശുവിനെ നമുക്ക് ഈ ഗസമൻ തോട്ടത്തിൽ തന്നതിനും.
എല്ലാ അനുഗ്രഹങ്ങളും ആ ദൈവത്തിന് ഞാൻ നേരുന്നു എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എല്ലാ ജനങ്ങളെയും നയിച്ച് കൊണ്ടുപോകാൻ അവർക്ക് ശക്തിയും ആരോഗ്യവും ബലവും എല്ലാം കൊടുക്കട്ടെ എന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചില മക്കൾക്കെല്ലാം സുഖമാണോ? ഹാപ്പിയാണോ? നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ. കരുണയുടെ സഹായം അമ്മയിൽ കൂടി തരണം. പിതാവ് കരുണയുടെ സഹായമാണ് ചോദിക്കണേ ഈ ഞായറാഴ്ച ഇരുന്ന്. അപ്പോൾ ആ കരുണയുടെ സഹായം അമ്മയിൽ കൂടി തന്നാൽ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വലിയ നല്ലൊരു സുരക്ഷിതമായിട്ടുള്ളൊരു കാവൽ നിൽക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കേക്കിന് കാവൽ നിന്നതുപോലെ ഇതിന് എനിക്ക് കാവൽ നിൽക്കാൻ പറ്റും. എൻ്റെ ചെല്ല മക്കളുകളെല്ലാം അതുകൊണ്ട് ഗൾഫിൽ ഇരിക്കണ മക്കളും കുടുംബത്തോടെ ഇരിക്കണവർ ഇതൊന്നും അറിഞ്ഞു കാണൂല. അപ്പോൾ അമ്മയുടെ യൂട്യൂബ് കാണുന്ന എല്ലാ മക്കളും ഇത് അറിയുമ്പോൾ എന്ത് ചെയ്യും? അമ്മയുടെ ഫോൺ വഴി അമ്മയ്ക്കെല്ലാം നിങ്ങൾ തരണം. നിങ്ങൾ എല്ലാ മക്കളും എന്ന് വെച്ചാൽ മിലിറ്ററിയിലിരിക്കുന്ന കുടുംബത്തോടെ അങ്ങനെയും കാശ്മീരിലൊക്കെ അങ്ങ് ഒത്തിരി ദൂരെയൊക്കെ ഒത്തിരി മക്കൾ ഈ മിലിറ്ററിയിൽ നിന്ന് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം അങ്ങോട്ട് ദൂരോട്ടൊക്കെ കുടുംബത്തോടെ പോയിരിക്കണം. അവരും ഇതെല്ലാം എല്ലാവരും എല്ലാ മക്കളും എന്ന് വെച്ചാൽ അമ്മ പറയണം, അമ്മ ചെറിയ ജോലി പോലും ചെയ്യണ വ്യക്തി വരും എന്ത് ചെയ്യണം? എൻ്റെ വിൽസൺ സാമുവൽ പിതാവിൻ്റെ പേര് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും സഹായിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഇത് സ്നേഹമുള്ള എല്ലാ ആളുകൾക്കും ചെയ്യാം. എന്ന് വെച്ചാൽ വിൽസൺ സാമുവൽ പിതാവിനോട് ഏത് വ്യക്തിക്ക് ജാതി മതം ഒന്നുമില്ലാതെ എന്ന് വെച്ചാൽ മതവും ജാതി ഒരു ഇതും ഇല്ലാതെ സ്നേഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? ഇത് കരുണയുടെ സഹായമാണ്, പാവപ്പെട്ടവൻ്റെ സഹായമാണ്. അത് എല്ലാവർക്കും സഹായിക്കാൻ പറ്റണ ഒരിതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൈത്താങ്ങ് തരാൻ ചെല്ല മക്കളെ. അമ്മയുടെ യൂട്യൂബ് വഴി എൻ്റെ ചെല്ല മക്കളെ എല്ലാം ഈ സഹായം ചെയ്യണം. ഇല്ല ചെല്ല മക്കൾക്കെല്ലാം അനുഗ്രഹങ്ങൾ അമ്മ നേരുന്നു. എന്ന് വെച്ചാൽ ഈ സഹായം ചെയ്യണ ഒരു വ്യക്തിക്ക് പോലും ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല മക്കളെ. എന്ന് വെച്ചാൽ നമുക്കും എന്താണ് വരണ എന്താണ് അവസ്ഥയും ദൈവത്തിനെ അറിയാൻ പറ്റും. എല്ലാ കാര്യവും ദൈവത്തിൻ്റെ കയ്യിലാണ്ടിരിക്കണം. അപ്പോൾ ഒരു പാവപ്പെട്ടവനും ഒരു നേരത്തെ അന്നത്തിനുള്ള നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഇതിൽ കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 100 ഇരട്ടി അനുഗ്രഹം ദൈവം നമുക്ക് തര തന്നെ ചെയ്യും മക്കളെ. നമ്മൾ കൊടുത്ത് നോക്കുക, കൊടുത്തിട്ട് നിങ്ങൾ പറയുക. കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അനുഗ്രഹം ദൈവം തര തന്നെ ചെയ്യും. ഒരു ജോലിക്കും ഒരു മടിയില്ല. എല്ലാ ചെല്ല മക്കളുള്ള എല്ലാ ജോലികളും ചെയ്യുക, ഒരു മടിയുമില്ല. നമുക്ക് കുടുംബജീവിതം ജീവിക്കാൻ പറ്റും. ഏത് ജോലി ചെയ്യാനും ഒരു മടി വിചാരിക്കേണ്ട. എന്ന് വെച്ചാൽ നമുക്ക് ഈ ചെറുപ്പത്തിൽ ചെയ്യുമ്പോൾ ഉള്ള ജോലിയുള്ളൂ. ഇത്തിരി കൂടെ പ്രായം തെറ്റി വയസ്സാവണമ്പോൾ ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാവരും ഉഷാറോടെ ജോലി ചെയ്യുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും കുടുംബം നല്ല സന്തോഷമായി കുടുംബം നോക്കുക. നിങ്ങളെ കുടുംബം, നിങ്ങളെ സന്തോഷം, നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുക. അമ്മ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം. നിങ്ങൾ ആരും കരഞ്ഞുകൊണ്ടിരിക്കണോ മക്കളെ? നിങ്ങളെ കണ്ണീരെല്ലാം തുടയ്ക്കാൻ ദൈവമുണ്ട് മക്കളെ. നിങ്ങൾ പ്രാർത്ഥിക്കാം മക്കളെ. ഓരോ വചനം നിങ്ങളെ ഹൃദയത്തിലെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാം മക്കളെ. നിങ്ങൾക്ക് അതിന് ദൈവം ഉത്തരം തര തന്നെ ചെയ്യും മക്കളെ. സങ്കടത്തിലിരിക്കുന്നവരെയാണ് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. അമ്മ പറഞ്ഞില്ലേ, ഗസമന്തോട്ടത്തെ യേശു കണ്ട എന്തൊരു തെറ്റ് ചെയ്താലും യേശു ക്ഷമിക്കുകയാണ്. അതേപോലെയാണ് നമ്മളെ തെറ്റുകൾ ക്ഷമിക്കുന്നത് ദൈവമേ ഉള്ളൂ മക്കളെ. നമ്മൾ എന്തൊരു തെറ്റ് ചെയ്താലും നമ്മൾ തെറ്റ് ചെയ്തു ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തെറ്റുകൾ പൊറുക്കണം. ആരും തെറ്റ് ചെയ്യാത്തവരില്ല മക്കളെ, എല്ലാവരും തെറ്റ് ചെയ്യണവർ തന്നെ. ഒരു വചനം നമ്മളെ ഹൃദയത്തിലെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാം മക്കളെ. എല്ലാ വേദനകളും മാറും മക്കളെ. ഇതിന് ഉത്തരം തരും മക്കളെ. ദൈവം സത്യമായിട്ട് ഉത്തരം തരും. കടബാധ്യത ഉള്ളവർക്ക് കടബാധ്യതകൾ തീരും മക്കളെ. എന്നും കടബാധ്യതയായിട്ട് ഇരിക്കില്ല മക്കളെ. നിങ്ങൾ കുടുംബം അറിഞ്ഞ് ജീവിക്കുക മക്കളെ. നമുക്ക് എന്താണുള്ളത്? നമുക്ക് കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, അത് സന്തോഷത്തോടെ വെള്ളമായാലും നമ്മൾ സന്തോഷത്തോടെ കുടിക്കാൻ നോക്കുക മക്കളെ. കൂടുതൽ നമ്മൾ ആരെയും വാങ്ങിച്ചിട്ട് പറ്റിക്കുമ്പോൾ നമ്മളെ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയല്ല. അതുകൊണ്ട് ദൈവം നമുക്കുള്ളതിനെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യാതെ തിന്നാൻ പറ്റുമോ? നമുക്ക് കടം വാങ്ങിച്ച് അങ്ങനെ തിന്നരുത്. നമ്മൾ ആഡംബരമായിട്ട് ജീവിക്കേണ്ട. നമുക്ക് ചിലപ്പോൾ ഒന്നുമില്ല, അടുത്തവൻ കാർ എടുക്കണമെന്ന് നമുക്ക് കാർ എടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കുള്ളതിനെ കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കാൻ മക്കളെ. നമുക്കുള്ളത് നമുക്കിങ്ങനെ ജീവിക്കാൻ പറ്റുമോ? നമുക്ക് നടന്നേ പോകാൻ പറ്റുമോ? നടന്നു പോവാം. അമ്മയും നടന്നു തന്നെ പോകണത്. അമ്മ സ്കൂട്ടി ഓടിക്കും, കാർ ഓടിക്കും. പക്ഷേ അമ്മ ഓടിച്ചോണ്ടിരുന്ന സ്കൂട്ടി ഭർത്താവാണ് ഓടിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ചിലയിടത്തൊക്കെ നടന്നു പോയിട്ട് വരികയെങ്കിൽ ഭർത്താവിന് സമയമുണ്ടെങ്കിൽ ഭർത്താവ് കൊണ്ടുവിടും, അല്ലെങ്കിൽ അമ്മ നടന്നാണ് പോണത്. അവരൊക്കെ ചിലയിടത്തൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ഇന്നത് തന്നെ വേണം എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മളും ഒത്തിരി കടബാധിതരൊക്കെ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ ആഡംബരം കാണിക്കാതെ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ സന്തോഷമായി ജീവിക്കുക മക്കളെ. അപ്പോൾ നമ്മളെ ദൈവം ഉയർച്ചയിലോട്ട് കൊണ്ടുവരും. അല്ല നമ്മൾ ആദ്യമേ കടം വാങ്ങിച്ച് ഉള്ളിടത്തൊക്കെ പലിശ കടം വാങ്ങിച്ചിട്ടാൽ പലിശ കടം വന്ന് നമ്മളെ നശിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കുക. നിങ്ങളെ കുടുംബജീവിതം നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് മുമ്പോട്ടറിയാം. അത് നിങ്ങളെ വരുമാനം അറിഞ്ഞ് നിങ്ങൾ ജീവിക്കുക മക്കളെ. സന്തോഷമായിരിക്കുക മക്കളെ. കടബാധ്യതകളെല്ലാം തീരും മക്കളെ. നിങ്ങൾ ഈ വചനമായ ഒരു വചനം നിങ്ങളെ ഹൃദയത്തിലെടുത്ത് നിങ്ങളത് പ്രാർത്ഥിക്കുക മക്കളെ. ആ ഒരു വചനം നിങ്ങളെപ്പോഴും ഒരു വചനം കാണാതെ പഠിച്ച് അത് മനസ്സിൽ വച്ചിരിക്കുക മക്കളെ. അപ്പം നിങ്ങളെ കടബാധ്യത മാറും, നിങ്ങളെ രോഗങ്ങൾ മാറും. ശത്രുക്കളോട് മിണ്ടണം മക്കളെ. ആരും മിണ്ടാൻ വന്നാലും ചിലവർ മിണ്ടാതെ പോകും, എൻ്റെ ശത്രു എന്ന് പറഞ്ഞിട്ട്. മക്കളെ മിണ്ടണം, എങ്കിലേ നമ്മളെ രോഗം മാറും മക്കളെ, നമ്മളെ വിഷമങ്ങൾ മാറും മക്കളെ. അങ്ങനെയാണ് മക്കളെ. അമ്മയെ ഈ രോഗസൗഖ്യത്തിന് അമ്മ കുഷ്ഠരോഗമായിരുന്നു അമ്മയ്ക്ക് മുഖത്ത്. ആ കുഷ്ഠരോഗം മാറാൻ വൈദ്യം 41 ദിവസത്തിൽ ഒരു വചനം ഉണ്ടായിരുന്നു. നീ നിൻ്റെ ശത്രുക്കളോട് ഓടിപ്പോയി മിണ്ട്. അമ്മ എല്ലാ ശത്രുക്കളെ വീട്ടിൽ പോയി മക്കളെ മിണ്ടാൻ. അങ്ങനെ മിണ്ടിയപ്പോഴാണ് അമ്മയ്ക്ക് ആ ഒരു
രോഗത്തിൻ്റെ പിടി അമ്മയെ വിട്ട് 41 ദിവസമായപ്പോൾ അമ്മയ്ക്ക് അതുപോലെ മാറുകയും ചെയ്തു. അപ്പോൾ അതുപോലെ എൻ്റെ ചെല്ല മക്കളുകളെല്ലാം ശത്രുക്കളോടെ മിണ്ടണം മക്കൾ. ആരെയും മിണ്ടിയിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നമ്മൾ ഇറങ്ങി വരിക മക്കളെ, നമ്മളെ മക്കളോട് മിണ്ടുക മക്കളെ. ആരെയും സ്നേഹിച്ച് പോയ മക്കളോട് നമ്മൾ വിരോധം ഇല്ല മക്കളെ, വിരോധം വയ്ക്കണം. നമുക്ക് അവരവരേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം സ്നേഹിച്ച് പോയ മക്കളെയും നിങ്ങൾ ഉടനെ ആരെങ്കിലും അങ്ങനെ പോയിട്ട് പിണങ്ങി അമ്മമാർ ഹൃദയത്തിനെ കല്ലാക്കി വെച്ചിരിക്കുന്ന അമ്മമാരുണ്ടോ എങ്കിൽ ഉടനെ നിങ്ങൾ അവരെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം മക്കൾ. അവരാണ് നിങ്ങൾക്ക് താങ്ങുന്നതാണല്ലോ. അല്ല ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അവരവരേ ഉള്ളൂ മക്കളെ, ദൈവമേ ഉള്ളൂ മക്കളെ. വചനമായ ദൈവത്തെ നിങ്ങൾ ഹൃദയത്തിലേറ്റുക. ഈ കരുണയുടെ സഹായം എൻ്റെ ചെല്ല മക്കളെല്ലാം തരണം. പിതാവിൻ്റെ പേരിലുള്ള ഈ ഞായറാഴ്ചയുള്ള കരുണയുടെ സഹായം എല്ലാ മക്കളും അമ്മയ്ക്ക് ഫോൺ വഴി ചെയ്യുക മക്കളെ. പറ്റാത്തവർ കവറിലിട്ട് അറിഞ്ഞുകൂടാ, കുറേ പേർക്ക് ഇത് അറിഞ്ഞുകൂടാ, ഫോണിൽ കൂടെ ഇടാനും എടുക്കാനും ഒക്കെ ഒരു അറിഞ്ഞുകൂടാത്തവരെല്ലാം പള്ളിയിൽ കൊണ്ട് കൊടുക്കുക. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം. നിങ്ങൾ കൊടുത്ത് നോക്കുകയും നിങ്ങൾ നമുക്ക് തന്നു നോക്കുകയും നിങ്ങൾക്ക് അനുഗ്രഹമേ ഉള്ളൂ. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്നും രാവിലെ അമ്മ പള്ളിയിൽ പോയി. എല്ലാ മക്കൾ നാട്ടിൽ ഒരു മക്കൾക്ക് പോലും അമ്മമാരെ യൂട്യൂബ് കാണുമ്പോൾ മക്കൾക്ക് സങ്കടം വരല്ലേ എന്നാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. എന്ന് വെച്ചാൽ അമ്മയ്ക്കത് സഹിക്കാനേ പറ്റില്ല. എന്ന് വെച്ചാൽ എൻ്റെ മക്കളെല്ലാം സന്തോഷമായിരിക്കണം. എന്നെ ഹൃദയത്തിലേറ്റി എന്നെ സ്നേഹിക്കണം. എൻ്റെ മക്കൾക്ക് സങ്കടം വന്ന അമ്മയ്ക്കും അത് വിഷമമാണ്. കേൾക്കുമ്പോഴും അറിയുമ്പോഴൊക്കെ അമ്മയ്ക്കും അത് വിഷമം. ഇത്രയും നല്ല എൻ്റെ മക്കൾ എന്നെ ഹൃദയത്തിലേറ്റി എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഒരു ചെല്ല മക്കളെല്ലാം ഞാൻ കൈയെടുത്ത് തൊഴുകയാണ്. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരട്ടെ. അമ്മ കൈ പൊക്കി തന്നെ പ്രാർത്ഥിക്കണം. എൻ്റെ ചെല്ല മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ. അമ്മ വയ്ക്കട്ടെ മക്കളെ. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം.